അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈഗറിൻ്റെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ കൊണ്ടുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. റോഡ് വലുതൊന്നുമല്ല, എന്നാൽ അത്ര ചെറുതുമല്ല. ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ട്. കാര്യങ്ങൾ യുക്തിപരമായിട്ട് അടുക്കി വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 9. അങ്ങനെ ഗോവയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഗോവയിൽ നിന്ന് ഇനി അടുത്ത ലക്ഷ്യസ്ഥാനം മുരുദേശ്വർ. മുരുദേശ്വർ ഇസ് ഇൻ കർണാടക. ഇനി കവർ ചെയ്യാനുള്ളത് കർണാടക സ്റ്റേറ്റിലെ ബീച്ചുകളാണ്. കർണാടക സ്റ്റേറ്റ് കവർ ചെയ്ത് മുരുദേശ്വർ വരെ പോയി ഗോകർണ, അതിനുശേഷം തിരിച്ചങ്ങ് ഡൽഹിക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. മുരുദേശ്വർ ഇവിടുന്ന് 183 കിലോമീറ്റേഴ്സ് ഉണ്ട്. എത്ര മണിക്കൂർ യാത്രയുണ്ട്? സൗത്ത് ഗോവയിൽ നിന്ന് ഇപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം മജോർദ. ഈ മജോർദ സൗത്ത് ഗോവയിൽ നിന്ന് ഏകദേശം 3.5 മണിക്കൂർ യാത്രയുണ്ട് മുരുദേശ്വർ. ഉച്ചയോടുകൂടി മുരുദേശ്വർ എത്തും. അവിടെ എല്ലാം കറങ്ങി കണ്ടിട്ട് പിന്നെ ഗോകർണെ വന്ന് സ്റ്റേ അടിക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അങ്ങനെ മനോഹരമായ സൗത്ത് ഗോവയ്ക്ക് വിട പറയുകയാണ്. സൗത്ത് ഗോവ ഇസ് എൻ ഇമോഷൻ. സമയം 10 മണിയായി. പാലോലം ബീച്ച് സൈഡ് അടുത്തോണ്ടിരിക്കുക. ഇത് നാഷണൽ ഹൈവേ 66 കാർവാർ പോകുന്ന വഴിയാണ്, വിച്ച് ഇസ് ഇൻ കർണാടക. ഈ ഒരു റോഡ് ഭയങ്കര സീനിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റ് റേഞ്ചൊക്കെ വരും. നല്ല അടിപൊളി റോഡായത്. ഓടിച്ചു പോകുന്നത് നല്ല രസമാണ്. ഇതുവരെ 2643 കിലോമീറ്റർ യാത്ര ദൂരം കവർ ചെയ്തു. 19-ാം തീയതി ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. കാർവാർക്ക് ഇനി 28 കിലോമീറ്ററാണ് ഇവിടുന്ന്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈവേ ഇൻ ഇന്ത്യ. ഈ റോഡിൻ്റെ കണ്ടിന്യൂവേഷൻ അങ്ങ് കേരളത്തിൽ അങ്ങ് കന്യാകുമാരി വരേണ്ടത്. ഇതിൻ്റെ പണിയാണ് ഇപ്പോൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ 66. ഇത് മുംബൈ പൻവേലിയിൽ നിന്ന് കണ്ട സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഹൈവേ. ഈ ഹൈവേ പോകുന്നത് ഭയങ്കര ഈ കോസ്റ്റൽ ഏരിയയിലൂടെയാണ്. വെസ്റ്റേൺ ഗാട്ട്സ് ഇതെല്ലാം കവർ ചെയ്ത ഈ ഹൈവേ പോകുന്നത്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ഹൈവേ ഇൻ ഇന്ത്യ. ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്സ് ഒക്കെ ഭയങ്കര രസമാണ്. നമ്മൾ എത്ര ഓടിച്ചാലും നമുക്ക് മടുപ്പ് തോന്നത്തില്ല. കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവാം. ചുറ്റിനും പച്ചപ്പാണ്. ഇപ്പം ഇതിപ്പോൾ മൺസൂൺ സീസണാണ്, അതുകൊണ്ട് നല്ല ഗ്രീനറിയാണ്. ഈ ഏരിയയിൽ എപ്പോൾ വന്നാലും ഇങ്ങനൊരു പച്ചപ്പ് എപ്പോഴും കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ഹൈവേ. സമയം 10:10. അങ്ങനെ ഗോവ സ്റ്റേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കർണാടകം സ്റ്റാർട്ട് ചെയ്യും. നാഷണൽ ഹൈവേ 66. താങ്ക് യു. വിസിറ്റ് അഗെയിൻ. കാർവാർ, മംഗലാപുരമൊക്കെ ഇങ്ങനെ കയറി അങ്ങ് പോകും. ഇപ്പം നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. നൗ വി ആർ ഇൻ കർണാടക സ്റ്റേറ്റ്. കംപ്ലീറ്റ് ഘാട്ട് സെക്ഷനാണ്. ഈ ഹൈവേയിൽ ഒരുപാട് ഘാട്ടുണ്ട്. അങ്ങനെ ഗോവയ്ക്ക് വിടാം. മണി 11 ഏകദേശം 2 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അങ്കോള എന്ന സ്ഥലം പോയിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ ഗാട്ട്സ്. ഇതിൻ്റെ വലത് സൈഡിൽ കടൽ തീരമാണ്, ഇടത് സൈഡിൽ സഹ്യപർവ്വതം, വെസ്റ്റേൺ ഗാട്ട്സ്. ഇതൊരു 1.5 റോഡാണ്. ഭയങ്കര രസമുണ്ട്, ബ്യൂട്ടിഫുൾ. ഈ ഡിവൈഡറിലൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ട്, ഓറഞ്ചും മഞ്ഞയൊക്കെ. ഓവറോൾ ഗ്രേറ്റ് എക്സ്പീരിയൻസ്, ഗ്രേറ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. യാത്ര ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ റോട്ടിൽ വരണം. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. വലിയ തിരക്കും വേളമൊന്നുമില്ല, ചുമ്മാ ഓടിച്ചു പോവാം. പൊതുവെ വളരെ ശാന്തമായൊരു സ്ഥലമായത്.
മൺസൂണിൻ്റെ ശരിക്കുമുള്ള രസമെന്ന് പറയുന്നത് ഈ യാത്രയാണ്. മൺസൂൺ ടൈമിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫുള്ള് മലനിരകളായിരിക്കും. പിന്നെ ഈ റോഡ് ഓടി ഇങ്ങ് വെസ്റ്റ് പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ തീരത്ത് കയറും. ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ബോത്ത്. ഇല്ല, റോഡ് പണി നടക്കുന്നേ ഉള്ളൂ. പലയിടത്തും റോഡ് അത്ര നല്ലതല്ല, പക്ഷേ ഓടിച്ചു പോകാൻ കുഴപ്പമൊന്നുമില്ല. സമയം 12. കോരിച്ചൊരിയുന്ന മഴയാണ്. ഇത്രയും ശക്തമായ മഴ ഞാൻ ഇപ്പോഴാണ് ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ കുംട്ട എന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് കർണാടകയിലാണ്. ഇനി മുരുദേശ്വർ വരെ 39 കിലോമീറ്റർ ഇവിടുന്ന്. ഒരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലെ മഴയാണ്. മഴ കഴിഞ്ഞ് മണി 12:10. ഇവിടെ അങ്ങ് മഴയൊന്നുമില്ല. ഇപ്പം ഹൊണോവർ എന്ന സ്ഥലമായി. ഹൊണോവർ ഒരു 10 മിനിറ്റ് മുമ്പ് വരെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല. ഇവിടെ അങ്ങ് മഴ പെയ്തിട്ട് പോലില്ലെന്ന് തോന്നുന്നു. ഡ്രൈ ആയി കിടന്നു. അങ്ങനെ ഹൊണോവർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ശരവതി റിവർ ക്രോസ് ചെയ്യുവാണ്. ലൊക്കേഷൻ ഹൊണോവർ. ഭയങ്കര വലിയ റിവറാണ് ഇത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അഷ്ടമുടി കായലിനേക്കാളും വലുപ്പമുണ്ട് ഈ റിവറിന്. ഇതിൻ്റെ അടുത്ത് ഹാർബർ കണക്ക് ബോട്ടൊക്കെ ഉണ്ടോ, ഫിഷിംഗ് ബോട്ട് കിടക്കുന്നതാണ് അപ്പുറത്ത് റൈറ്റ് സൈഡ്. ഇതിപ്പോൾ നീണ്ടാര പാലത്തിൽ കൂടെ പോകാൻ അതേ കണക്ക് തോന്നുന്നു അല്ലേ? നീണ്ടാര പാലം, തേവള്ളി പാലം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, 2 ഇരട്ടി നീളമുണ്ട്. നല്ല ദൂരമുണ്ട്. അപ്പം അങ്ങനെ ശരവതി റിവർ ക്രോസ് ചെയ്യുകയാണ്. ലൊക്കേഷൻ ഹൊണോവർ. സമയം 12:15. ഈ ശരവതി റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ പേര് കാണിക്കുന്നത് കാസർഗോഡ് എന്നാണ്. അപ്പൊ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയും കാസർഗോഡാണ്. പക്ഷെ കർണാടകത്തിലാണെന്നേ ഉള്ളൂ. അപ്പൊ കാസർഗോഡ് എന്ന സ്ഥലം കർണാടകത്തിലുണ്ട്. മുരുദേശ്വർ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ അങ്ങനെ മുരുദേശ്വർ എത്തിയിരിക്കുകയാണ്. രണ്ട് മണി. ലൊക്കേഷൻ മുരുദേശ്വർ. ഇപ്പം ഹൈറ്റൈഡ് സമയമാണ്, മഴക്കാലമാണ്. അതിൻ്റെതായിട്ടുള്ള കടലിൻ്റെ ഒരു ഇത് അറിയാനുണ്ട്. ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ ശിവൻ്റെ സ്റ്റാച്യു ആണിത്, മുരുദേശ്വർ.
സമയം 2:55. മുരുദേശ്വറിൽ നിന്ന് തിരിച്ചു. ഇനി അടുത്ത ലക്ഷ്യം ഗോകർണയാണ്, ഗോകർണ ബീച്ച്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുരുദേശ്വരിൽ നിന്ന് ഗോകർണ ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്.